GST പ്രാബല്യത്തിൽ വന്നതോടെ സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയാണ്. അരി, മൈദ, പഞ്ചസാര തുടങ്ങിയ സാധനങ്ങളുടെ വിലയും ഹോട്ടൽ സാധനങ്ങളുടെ വിലയും വർദ്ധിച്ചു. കോഴിക്ക് നികുതി ഒഴിവാക്കിയെങ്കിലും വിപണിയിൽ വില കുറഞ്ഞതുമില്ല. അരി, അരിമാവ്, മൈദ, ആട്ട തുടങ്ങിയവയില്ലാതെ അടുക്കളക്കാര്യം നടക്കില്ല. ഇതുവരെ നികുതിയില്ലാതിരുന്നവയുടെ ബ്രാൻഡഡ് ഇനങ്ങൾക്കെല്ലാം 5% നികുതിയായി. കേരളീയർ സാധാരണയായി ഉപയോഗിക്കുന്ന സുരേഖ, ജയ ഉൾപ്പെടെ എല്ലാ അരികൾക്കും വില കൂടും. ബ്രാൻഡ് ഐറ്റങ്ങൾ ഏതൊക്കെ വരുന്നുണ്ടോ അതിനെല്ലാം ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നേരത്തെ ഉള്ളത് ഇപ്പോൾ നമ്മൾ മൈദ വന്നിട്ട് 1470 ഇനി വരുന്ന 1510 കൊടുക്കേണ്ടി വരും. 10-40 രൂപയുടെ ഡിഫറൻസ്. പഞ്ചസാര 5% ടാക്സാണ്. ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ GST ചുമത്തിയിട്ടില്ലെങ്കിലും അരിവില 50 മുകളിലായി. GST കൂടി ചുമത്തി കഴിഞ്ഞാൽ അരിവില 60 മുകളിൽ പോകാനാണ് സാധ്യത. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചാലും കുടുങ്ങും. നഗരത്തിലെ മിക്കവാറും ഹോട്ടലുകളിലും 18% നികുതി. ഇമ്പോർട്ട് ക്രെഡിറ്റ് കിട്ടാനുള്ള ചാൻസും ഇല്ല. അപ്പോൾ 18% ആളുകൾ ഇന്ന് വാങ്ങിക്കേണ്ട ഒരവസ്ഥയിലാണ്. 50% ബിസിനസ് കുറഞ്ഞു കഴിഞ്ഞു. കോഴിക്ക് നികുതി ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. എന്നാൽ വിപണിയിൽ 1 രൂപ പോലും കോഴി ഇറച്ചിക്ക് വില കുറഞ്ഞിട്ടില്ല. വില കുറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ കുറഞ്ഞില്ല. ഇല്ല കുറഞ്ഞില്ല. കുറഞ്ഞാൽ മാത്രമേ നമുക്കും കുറയ്ക്കാൻ പറ്റുള്ളൂ. അവശ്യ സാധനങ്ങളുടെ വില കുറയുമെന്നായിരുന്നു GST നടപ്പിലാക്കുമ്പോൾ അവകാശവാദം. എന്നാൽ എല്ലാ മേഖലയിലും വില വർദ്ധിക്കുന്ന കാഴ്ചയാണ് എങ്ങും കാണാൻ കഴിയുന്നത്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.